ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം എന്നത് പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന സന്ദർഭമാണ്. ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത് പരിശുദ്ധ കന്യകാമറിയവും എലിസബത്തുമാണ്. എങ്കിലും ഉറപ്പായിട്ടും കടന്നു വരേണ്ട വേറൊരു വ്യക്തിത്വമുണ്ട്. അത് നമ്മുടെയൊക്കെ അമ്മമാരാണ്. കാരണം അവർ സഹിച്ച ത്യാഗങ്ങളും അവർ സഹിച്ച വേദനകളും ഒന്നിനോടും തുലനം ചെയ്യുവാനായിട്ട് സാധിക്കില്ല. നമുക്ക് ജന്മം നൽകിയവരാണ് അവർ. അമ്മ മക്കൾക്ക് ജന്മം നൽകുന്നു, അതുപോലെ മക്കൾ അമ്മയ്ക്ക് ഒരു ജീവിതം കൊടുക്കണം. അല്ലെങ്കിൽ മക്കൾ അമ്മയ്ക്ക് അമ്മ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നമ്മൾ സമ്മാനിക്കണം. ഇങ്ങനെ പറയുവാൻ കാരണം ഈ ദിവസങ്ങളിലൊക്കെ അമ്മമാരെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നാറുണ്ട്. കാരണം മനസാക്ഷിയെ പോലും മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള ചിന്തകളും പ്രവൃത്തികളുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അമ്മ എന്ന് പറയുന്നത് വെറും ഒരു പാഴ്വസ്തുവായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരമാണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് ഒരു അന്യരെ പോലെയൊക്കെ ഉപദ്രവിക്കുന്ന മനോഭാവങ്ങളുണ്ട്. അവിടെയൊക്കെ തീർച്ചയായിട്ടും അമ്മമാരുടെ ആ വേദനയും സഹനവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർ ദ്രോഹിക്കുന്നത് പോലെയല്ല സ്വന്തം മക്കൾ ദ്രോഹിക്കുന്നത്. അതൊരിക്കലും പൊറുക്കുന്നൊരു തെറ്റല്ല, അല്ലെങ്കിൽ അതൊരിക്കലും ആ അമ്മയ്ക്ക് മറക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല. കാരണം അമ്മ അതൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല മക്കളിൽ നിന്ന്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ അമ്മമാരെ ഓർക്കണം. അമ്മമാർ ആഗ്രഹിക്കുന്നൊരു ജീവിതം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പക്ഷെ അവർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ജീവിതം നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ടുണ്ട്. തിരിച്ച് അവർക്ക് കൊടുക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കണം. ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ്. നമ്മൾ അതൊന്ന് പരിഹരിക്കേണ്ട സമയമാണിപ്പോൾ. എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മുടെ കുട്ടിക്കാലം നമ്മൾ എന്തുമാത്രം വാശിയോടുകൂടിയാണ് അമ്മമാരോടൊക്കെ പെരുമാറുകയും സംസാരിക്കുകയും ഒരു വാത്സല്യത്തോടെയൊക്കെ പെരുമാറുകയും ചെയ്യുന്നത്. അവരുടെ വാർദ്ധക്യം എന്ന് പറയുന്നത് അവരുടെ കുട്ടിക്കാലമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ രണ്ടാമത്തെ കുട്ടിക്കാലമാണ് അവരുടെ വാർദ്ധക്യം. അപ്പോൾ അത് കാറ്റിനും കോളിനും കൊടുക്കാതെ തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കുന്നത് പോലെ മക്കൾ നമ്മുടെ അമ്മമാരെ കാത്ത് പരിപാലിക്കണം. വളരെ വേദന തോന്നാറുണ്ട്. കേരളത്തിൽ ഇത്രയധികം വൃദ്ധസദനങ്ങൾ കൂടുവാനുള്ള കാരണം നമുക്കറിയാം. അത് മക്കൾക്ക് അമ്മമാരെ വേണ്ടാത്തതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. പക്ഷെ അത് കുറയ്ക്കണം. നമ്മുടെ സൗകര്യങ്ങൾക്കൊത്ത് അവരൊരു ഭാരമാകരുത് ഒരിക്കലും. ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് നമ്മുടെ അമ്മമാരുടെ മുഖം ഓർക്കാം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവ്യബലിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം, എലിസബത്തിന് തിരിച്ചുണ്ടായ സന്തോഷം, എല്ലാ ദിവസവും നമുക്ക് ഈ സന്തോഷം ഉണ്ടാവണം. ആ ഒരു സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് നാം പരിശ്രമിക്കണം. മറക്കാൻ പറ്റാത്ത തെറ്റുകളായി ഒന്നും തന്നെ ഇല്ല. പക്ഷെ ചില തെറ്റുകൾ അമ്മമാർക്ക് മറക്കാൻ പറ്റില്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയെങ്കിലും അങ്ങോട്ടുള്ള ജീവിതത്തിൽ അമ്മമാരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പഠിക്കാം. കാരണം ഈ ഒരു സ്റ്റേജിലൂടെ മക്കളെല്ലാവരും കടന്നു വരേണ്ടതാണ്. അപ്പോൾ നമ്മളത് മുൻകൂട്ടി കാണണം. സ്വന്തം അമ്മമാരെ എങ്ങനെ മനോഹരമായിട്ട് സ്നേഹിക്കാം, പരിപാലിക്കാം എന്ന് ഈശോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അമ്മ നല്ലൊരു മകനെ മാത്രമല്ല തന്നത്, മകൻ നമുക്ക് നല്ലൊരു അമ്മയും തന്നിട്ടുണ്ട്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ജീവിതം കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ ബലിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.